നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ പാകിസ്ഥാന്റെ ചീട്ട് കീറുകയാണ് ഇന്ത്യ. അക്കാര്യത്തിൽ പാകിസ്ഥാൻ ഒരു സംശയവുമില്ല. ഇതുവരെയുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അത് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കുന്ന ഒരു കാഴ്ച പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ ഇനി വീണ്ടും ഉണ്ടാകും എന്നുള്ള ഭയപ്പാട് അവർക്കുണ്ടാകുന്നു. അടുത്ത നീക്കത്തിൽ അതുകൊണ്ട് തന്നെയാണ് നെട്ടോട്ടം തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യ പാക് സേനകൾ അതിർത്തിയിൽ അതീവ ജാഗരൂകരായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടു രാജ്യങ്ങളുടെയും സൈനിക വിന്യാസങ്ങളും സൈനിക അഭ്യാസങ്ങളും സൂക്ഷ്മമായി തന്നെ ഇരുപക്ഷവും വിലയിരുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ അതിർത്തിയിലെ സർക്രീക്കിന് സമീപം സംയുക്ത സൈനിക അഭ്യാസത്തിന് ഭാരതം തയ്യാറെടുക്കുന്നത്. പാക് അതിർത്തിക്ക് അടുത്ത് ഈ മാസം ഒക്ടോബർ മാസം 30 മുതൽ നവംബർ മാസം 10 തീയതി വരെയാണ് കരനാവിക വ്യോമസേനകളുടെ തൃശൂൽ എന്ന പേരിലെ സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത്. ഈ അടുത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും മികച്ചതും ഏറ്റവും പ്രയാസമേറിയതുമായിട്ടുള്ള വലിയ സൈനിക വിന്യാസത്തോടു കൂടിയുള്ള ഒരു അഭ്യാസം. ഇതോടനുബന്ധിച്ച് സൈനികേതര വിമാനങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താനായി 28-നും 29-നും വൈമാനികർക്കായി നോട്ടാം, അതായത് നോട്ടീസ് ടു എയർമെൻ പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ അതിർത്തി മേഖലകളിൽ വ്യോമ ഗതാഗതം നിയന്ത്രിക്കാൻ നിർദ്ദേശവുമായി പാകിസ്ഥാനും രംഗത്ത് വരികയാണ്. പാകിസ്ഥാന് ഭയപ്പാട് ഒന്ന് ചെറുതല്ല ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ സേനകൾ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂലിന് തയ്യാറെടുക്കുന്നതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. സൈനിക അഭ്യാസത്തിന് പുറമേ തന്നെ ഇന്ത്യ ആയുധ പരീക്ഷണം കൂടി ഈ മേഖലയിൽ നടത്തിയേക്കുമെന്നാണ് കരുതുന്നത്. ഇത് ഭയന്നാണ് പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ വ്യോമ മേഖല അടച്ചുപൂട്ടുന്നു. രാജസ്ഥാനിലെ ധാർ മരുഭൂമിയുടെ സർക്രീക്കിനോട് ചേർന്ന പ്രദേശത്താണ് തൃശൂൽ. 28,000 അടി വരെയുള്ള വ്യോമ ഭാഗം ഇതിനുവേണ്ടി ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. സമീപകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിലൊന്നായി ഇതിനെ വിലയിരുത്തപ്പെടും. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇന്ത്യ നോട്ടാം പ്രഖ്യാപിച്ചതായിരുന്നു. സേനകളുടെ സംയുക്ത പ്രവർത്തനശേഷി, ആത്മനിർഭരത, നവീകരണം എന്നിവ ഒക്കെ തന്നെ വ്യക്തമാക്കുന്നതാണ് നമ്മുടെ തൃശൂൽ സൈനിക അഭ്യാസം. മധ്യതെക്കൻ വ്യോമപാതകളിൽ വ്യത്യസ്ത റൂട്ടുകളിലായി പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയിലെ ഓരോ സൈനിക നടപടിയെയും പാകിസ്ഥാൻ വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഭാഗമായി തന്നെ, ഉദാഹരണമായി തന്നെ വ്യോമപാതയിൽ അവർ നിയന്ത്രണം വരുത്തി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതിനെ നോക്കിക്കാണാൻ കഴിയും. ആയുധ പരീക്ഷണം, സൈനികാഭ്യാസം, കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണം മുതലായവയിൽ ഏതെങ്കിലും ഒന്നിന് തയ്യാറെടുക്കുകയാണോ എന്ന് പാകിസ്ഥാൻ സംശയം ഉദിക്കുന്നുണ്ട്. പാകിസ്ഥാന് സംശയമുണ്ടായിരിക്കുന്നു. ഇന്ത്യ തൃശൂൽ പ്രഖ്യാപിച്ചപ്പോഴേക്കും പാകിസ്ഥാന് മുട്ടിടിച്ചുവോ എന്നുള്ള പരിഹാസം ഇതിനോടകം തന്നെ പലരും ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. അതിർത്തിയിലെ ഇന്ത്യയുടെ സൈനിക നടപടി വെറുമൊരു സൈനിക അഭ്യാസം മാത്രമായിരിക്കില്ല, മറിച്ചൊരു ആയുധ പരീക്ഷണം കൂടിയാകാമെന്ന ആശങ്കയിൽ പാകിസ്ഥാൻ ഈ നടപടി സ്വീകരിച്ചു എന്ന് വേണം വിലയിരുത്താൻ. കൃത്യമായ സന്ദേശം നമുക്കിതിലൂടെ പാകിസ്ഥാന് നൽകാനായി കഴിഞ്ഞിരിക്കുന്നു. 28,000 അടിയോളം വ്യോമമേഖല തൃശൂലിന് വേണ്ടി ഇന്ത്യ വേർതിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമീപകാലത്ത് വെച്ച് ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസം. സൈനികാഭ്യാസത്തിനായി ഇന്ത്യ തിരഞ്ഞെടുത്ത സ്ഥലവും മറ്റ് വിവരങ്ങളും ഇതിനെ സുപ്രധാനമാക്കി മാറ്റി എന്നുള്ളതാണ് ഇതുകൂടാതെ എടുത്തു പറയേണ്ടത്. ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി പ്രമുഖ അനലിസ്റ്റായിട്ടുള്ള ഡാമിയൻ സൈമൺ പറഞ്ഞതനുസരിച്ച് സർക്രീക്ക് മേഖലയിൽ പ്രകോപനമുണ്ടായാൽ കനത്ത മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ നേരത്തെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്ന സാഹചര്യത്തിൽ കൂടി ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നെ മാറുന്നുണ്ട്. ദസറ ആഘോഷങ്ങൾക്കിടയിലായിരുന്നു പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ഈ മുന്നറിയിപ്പ് കൊടുത്തത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഗുജറാത്തിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ ഈ 96 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ചബ്ദപ്പ് മേഖലയായിട്ടുള്ള സർക്രീക്കിൽ തന്നെ അതിശക്തമായ ഒരു വ്യോമാഭ്യാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സർക്രീക്കിന് മധ്യത്തിലൂടെയാണ് അതിർത്തിയെന്ന് ഇന്ത്യ കൽപ്പിക്കുന്നത്. ഈ അഴിമുഖ പ്രദേശം അതീവ തന്ത്രപ്രധാന മേഖല കൂടിയാണ്. പ്രദേശത്ത് സൈനിക സാന്നിധ്യം പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചു എന്ന റിപ്പോർട്ട് ഈ അടുത്തായി പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ സ്വരം ഘടിപ്പിച്ചത്. എന്നാൽ സർക്രീക്കിന് കിഴക്ക് ഭാഗത്തായി ഇന്ത്യൻ പ്രദേശത്താണ് അതിർത്തിയെന്നാണ് പാകിസ്ഥാന്റെ വാദം. അതൊരിക്കലും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല, ഇനിയോട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. സർക്രീക്കിനോട് ചേർന്ന പ്രദേശത്ത് പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ അടുത്തായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മുന്നറിയിപ്പ് നൽകിയത്. ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധിനും ഇടയിൽ ജനവാസമില്ലാത്ത ഈ ചതുപ്പ് നിലം ഏറെ തന്ത്രപ്രതിരോധ മേഖലയായി തന്നെ ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട്. ഈ സൈനിക അഭ്യാസം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് തുടങ്ങി ഗുജറാത്തിലെ കച്ച് കടൽത്തീരം വരെ എത്തിച്ചേരുമെന്നാണ് കണക്ക് കൂട്ടേണ്ടത്. 12 ദിവസത്തെ ഈ സൈനിക അഭ്യാസത്തിൽ 30,000-ലധികം സൈനികർ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ T-90S, അർജുൻ ടാങ്ക്, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ, ഹെവി ലിഫ്റ്റ് കോപ്റ്ററുകൾ തുടങ്ങി ഒട്ടനവധി സൈനിക വിമാനങ്ങളും
സൈനിക ആയുധങ്ങളുമൊക്കെ തന്നെ ഇവിടെ പരീക്ഷിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സതേൺ കമാൻഡിൽ നിന്നുള്ള സംഘങ്ങളായിരിക്കും തൃശ്ശൂരിൽ പ്രധാനമായും പങ്കെടുക്കുക എന്നാണ് പ്രതിരോധ മന്ത്രാലയം നേരത്തെ തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സൈനിക അഭ്യാസത്തിൽ അസാധാരണമായി ഒന്നുമില്ല എന്ന് ഇന്ത്യ പറയുമ്പോഴും അതിനെ വലിയ തോതിൽ ഭയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ. വ്യോമമേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി നിരീക്ഷിക്കാനും അതുകൊണ്ട് പാകിസ്ഥാൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ തൃശ്ശൂരിന് മുന്നോടിയായി തന്നെ ഇന്ത്യൻ കരസേനയുടെ ധാർ ശക്തി എന്ന സൈനിക അഭ്യാസവും ഈ അടുത്ത് നടന്നിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അത് സന്ദർശിക്കുകയും ചെയ്തു. രാജസ്ഥാൻ അതിർത്തിക്ക് അടുത്ത് നടന്ന അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത സൈനികരുടെ ധീരതയും വൈദഗ്ധ്യത്തെയുമാണ് മന്ത്രി പ്രകീർത്തിച്ചത്. രാജസ്ഥാനിലെ ജയ്സാർമീർ ജില്ലയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള ലോങ്കോവാല അതിർത്തിയിൽ നടന്ന ഓപ്പറേഷൻ ധാർ ശക്തി 2025 ഇന്ത്യൻ സൈന്യത്തിന്റെ എലൈറ്റ് യൂണിറ്റായ ഭൈരവ് കമാൻഡോസാണ് അവരുടെ ശക്തി പ്രകടിപ്പിച്ചത്. ഭൈരവ് കമാൻഡോസിനൊപ്പം കാലാൾപ്പട, ടാങ്ക്, ആർമി, എയർ ഡിഫൻസ് യൂണിറ്റുകളും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അഭ്യാസ പ്രകടനത്തിന് സാക്ഷിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും. സൈനികരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം പാകിസ്ഥാന് കൂടി മുന്നറിയിപ്പാണ് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും വീണ്ടും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ചെയ്തികൾ ചെയ്യാനായി തുനിഞ്ഞാൽ ഇത്തവണ പാകിസ്ഥാൻ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും. ഒരു സംശയവും വേണ്ട എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. ഓപ്പറേഷൻ ധാർ ശക്തിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്ക് കോളം മൂവ്മെന്റ്, പിരങ്കി വെടിവെപ്പ്, കരസേനയ്ക്കുള്ള വ്യോമ പിന്തുണ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിശീലിച്ചിട്ടുണ്ട്. ആർമിയുടെ എയർ ഡിഫൻസ് ടീം കമികാസ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ ആക്രമിക്കുന്നതിന്റെ പരിശീലനവും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ടാർഗറ്റിംഗ് സിസ്റ്റംസ്, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, തദ്ദേശീയ അർജുൻ T-90 ടാങ്കുകൾ, പിനാക്ക റോക്കറ്റ് സംവിധാനങ്ങളും ഈ അഭ്യാസത്തിൽ ധാർ ശക്തിയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഭാവിയിലെ യുദ്ധങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയും കൃത്രിമ ബുദ്ധിയും ഉപയോഗിക്കുന്നതിന് തയ്യാറെടുക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 3 സേനകളുടെയും സംയുക്ത പ്രവർത്തനങ്ങൾ, സ്വാശ്രയത്വം, നവീകരണം എന്നിവയിൽ ഈ അഭ്യാസം പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയും. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത ഇൻസൈറ്റ്.